സംസ്ഥാന ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഉജ്ജ്വല തുടക്കം. കക്കാട് ഡ്രീം ബാഡ്മിന്റൺ അറീനയിൽ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഉദ്ഘാടനം നിർവഹിച്ചു. സീനിയർ വിഭാഗം സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ആദ്യമായാണ് കണ്ണൂർ ആതിഥ്യമരുളുന്നത്. കക്കാട് ഡ്രീം ബാഡ്മിന്റൺ അറീനയിലാണ് സംസ്ഥാന ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടക്കുന്നത്. 6 ദിവസത്തെ ടൂർണമെന്റ് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്യസ്ഥാനവും അതിലേക്ക് എത്താനുള്ള വഴിയുമാണ് കായിക താരത്തിന് ഏറ്റവും പ്രധാനമെന്ന് കമ്മീഷണർ പറഞ്ഞു. കായിക രംഗത്തെ മികച്ച പശ്ചാത്തല സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറാൻ ഓരോ കായിക താരത്തിനും കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഇന്ന് നിങ്ങൾ ഇത്രയും വളരെ സൗകര്യമുള്ള കോർട്ടിലേക്ക് കളിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇത്രയും സുന്ദരമായിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് വളരെ പരിമിതമായിട്ടൊരു സാഹചര്യത്തിലൂടെ പ്രതലത്തിലൂടെ കളിച്ചു വരുന്ന ഒരു സാഹചര്യം നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് സാഹചര്യം അതിനനുസരിച്ച് മാറുന്ന സമയത്ത് അത് നല്ല രീതിയിലേക്കുള്ള സ്കിൽ അക്വയറിംഗ് രീതിയിലേക്ക് കൂടെ മാറ്റിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിലേക്ക് കായിക കേരളത്തിന് അഭിമാനമാകുന്ന രീതിയിലേക്കൊക്കെ മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനുള്ള വലിയൊരു പ്രചോദനമായി തീരട്ടെ ഇന്നത്തെ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ, ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ എന്നിവർ ചേർന്നാണ് സംസ്ഥാന അന്തർജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് കെ.പി. അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 14 ജില്ലകളിൽ നിന്നുള്ള 420 മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരക്കുന്നത്. ആദ്യമായാണ് സീനിയർ വിഭാഗം ചാമ്പ്യൻഷിപ്പിന് കണ്ണൂർ വേദിയാകുന്നത്. ദേശീയ സ്കൂൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ മത്സരിച്ചിട്ടുള്ള കായിക താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. സബ് ജൂനിയർ വിഭാഗത്തിന്റെ മത്സരങ്ങളുടെ ഫൈനൽ ഫെബ്രുവരി 6 നടക്കും. 7, 8 തീയതികളിൽ ജൂനിയർ വിഭാഗത്തിന്റെ മത്സരങ്ങളും 9, 10 തീയതികളിൽ സീനിയർ വിഭാഗത്തിന്റെ മത്സരങ്ങളുമാണ് നടക്കുക. 12 അംഗ ടെക്നിക്കൽ ടീമാണ് മത്സരം നിയന്ത്രിക്കുന്നത്. വിജയികൾക്ക് 1.5 ലക്ഷം രൂപ ക്യാഷ് അവാർഡായി ലഭിക്കും. കുട്ടികളുടെ ഫോർവേഡ് മാച്ചോടുകൂടിയാണ് ടൂർണമെന്റ് ആരംഭിച്ചത്. കിയാൽ MD ദിനേശ് കുമാർ മുഖ്യ അതിഥിയായി. PRD കണ്ണൂർ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ EK പത്മനാഭൻ, വാക്സ് ക്ലബ് പ്രസിഡന്റ് K രാംദാസ്, ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ PK ജഗന്നാഥൻ, കണ്ണൂർ ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറി KP പ്രജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കമ്മീഷണറും കിയാൽ MDയും മത്സരാർത്ഥികളായുള്ള സൗഹൃദ മത്സരം കാണികൾക്ക് ഹരമായി. ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 10 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.